നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് അയ്യപ്പസ്വാമിയെക്കുറിച്ചാണ്. അയ്യപ്പസ്വാമി ധർമ്മശാസ്താവായി അറിയപ്പെടുന്ന ദേവപുത്രൻ. ഭക്തരുടെ മനസ്സിൽ വാഴുന്നത് ധൈര്യം, സഹനം, ഭക്തി, ബ്രഹ്മചാര്യൻ എന്ന മൂല്യങ്ങളുടെ പ്രതീകമായാണ്. പരശുരാമൻ സൃഷ്ടിച്ച ശബരിമല കുന്നിൽ മകരജ്യോതി തെളിയുന്നിടത്ത് അയ്യപ്പസ്വാമി തൻ്റെ ഭക്തർക്കായി ആത്മീയ വസന്തമായി പ്രത്യക്ഷനാകുന്നു. മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ശക്തികളുടെ സമന്വയം അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യത്തിൽ അനുഭവിക്കാം. അയ്യപ്പസ്വാമിയെ ഭജിക്കാൻ ഭക്തർ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് മണ്ഡലവ്രതം. 41 ദിവസത്തെ ഈ വ്രതക്കാലം ശുദ്ധിയും ഭക്തിയും നിറഞ്ഞ ദിനചര്യ പാലിക്കാനുള്ള സമയമാണ്. അയ്യപ്പസ്വാമിയുടെ പ്രധാന സന്ദേശം സമത്വമാണ്. സമ്പന്നനും ദരിദ്രനും ബാലനും വയോധികനും ജാതി മതഭേദമില്ലാതെ എല്ലാവരും സ്വാമി എന്ന വിളിപ്പേരിൽ ഒരുമിക്കുന്നതാണ് ശബരിമലയിലെ ഏറ്റവും വലിയ ആത്മീയ പാഠം. ശബരിമലയുടെ 18 പടികളും ഭക്തൻ കയറിച്ചെന്ന് സ്വാമി ശരണമെന്ന് വിളിച്ചാൽ അവിടെ മുഴങ്ങുന്ന വാക്ക് തത്വമസി എന്നാണ്. നീ തന്നെയാണ് ആ പരമസത്യം എന്ന ശാശ്വത സത്യബോധം. മണ്ഡലവ്രതത്തിൽ ഭക്തൻ പാലിക്കുന്ന ബ്രഹ്മചര്യം, സത്യസന്ധത, സാത്വികമായ ആഹാരം, സേവാഭാവം ഇവയെല്ലാം ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഒരു യോഗാശാസ്ത്രം തന്നെയാണ്. അയ്യപ്പസ്വാമിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ധൈര്യത്തോടെ അധർമ്മത്തിനെ നേരിടാനും കരുണയോടെ ദുരിതങ്ങളിലുള്ളവരെ സഹായിക്കുവാനുമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ, ബന്ധങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം ദൈവവിശ്വാസത്തിലൂടെ വിജയിക്കാം എന്നതാണ്. ദൈവം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് എന്ന മഹത്തായ സത്യം. ഭക്തിയിലും സമത്വത്തിലും സേവാഭാവത്തിലും ജീവിച്ചാൽ ഒരൊറ്റ മനുഷ്യനും ദൈവസ്വരൂപനാകാം എന്ന സത്യം. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. സ്വാമി ശരണം.